എന്തുകൊണ്ട് ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടാതെ പോകുന്നു? മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങൾ ഇവിടെ മൂടിവെക്കപ്പെടുന്നില്ലേ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യമറിയാമായിരുന്നിട്ടും നേരിൻ്റെ കാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ മറയ്ക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പൗരന് അർഹമായ നീതി നിഷേധിക്കപ്പെടുകയാണോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇവിടെ സത്യങ്ങൾ മൂടിവെക്കുന്നതിന് വേണ്ടി മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടെ തമ്മിൽ മത്സരിച്ച് അതിൻ്റെ ചുവട് പിടിച്ച് മാധ്യമങ്ങൾ വീറോടും വാശിയോടും ചാനൽ ചർച്ചകളിൽ പൊരുതുമ്പോൾ ഇവിടെ തകർന്നു പോകുന്നത് ഒരു ജനതയുടെ സ്വപ്നങ്ങളാണ്. അതുവഴി ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെയാണ്. അത് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയുമാണ് തകർത്തെറിയുന്നത്. അത് നിങ്ങളാരും മറന്നു പോകരുത്. ഈ മാധ്യമ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും ആ ഒരു കാഴ്ചപ്പാട് മറന്നു പോകരുത്. നമ്മുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യയിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ അത് മറ്റൊരു വ്യക്തിയെ മുറിവേൽപ്പിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ചൂണ്ടുവിരൽ നമുക്ക് നേരെ നാം തിരിക്കേണ്ടത്. ഇവിടെ ഇല്ലാ കഥകളുടെ പേരിൽ ജീവിതങ്ങളെ തച്ചു തുടച്ചു തരിപ്പണമാക്കുമ്പോൾ ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കണം, നാം എന്താണ് നേടിയതെന്ന്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ജനതയുടെ കണ്ണുനീരും കൂടെ തകർന്നടിഞ്ഞ ബന്ധങ്ങളും മാത്രമായിരിക്കും. ആ പ്രശ്നങ്ങൾ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ അടുത്ത ചൂടുള്ള വാർത്തകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും. പിന്നെ ഈ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പുറകയിൽ നെട്ടോട്ടമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തകർന്നു വീഴുന്ന കുടുംബങ്ങളെയോ വ്യക്തികളെയോ നിങ്ങൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശത്തിന്മേൽ കടന്നു കയറുവാൻ ആരാണ് മാധ്യമ പ്രവർത്തകർക്ക് അധികാരം നൽകിയത്? അതിവിടെ ചോദ്യം ചെയ്യപ്പെടണം. മാധ്യമങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വിഷയങ്ങളും അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ടെന്ന് പരിശോധിക്കപ്പെടണം. ഇവിടെയാണ് മാധ്യമധർമ്മം നാം കാത്തു സൂക്ഷിക്കേണ്ടത്. അല്ലാതെ കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ ഉടനെ കയറെടുക്കുന്നവരാവരുത് മാധ്യമ പ്രവർത്തകർ.